ഷെയറിംഗ് എക്സ്പീരിയൻസ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നാം ആവരും അറിയുന്നത് പോലെ ഷെയറിംഗ് എക്സ്പീരിയൻസ് പൊളിറ്റിക്കൽ സയൻസിൻ്റെ 1ാം വർഷ പരീക്ഷ എഴുതുന്ന പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥികളായ നമ്മുടെ കൂട്ടുകാരുടെ നല്ലൊരു വിജയത്തിന് വേണ്ടി ആത്മാർത്ഥമായി ശ്രമിക്കുന്ന ഒരു ചാനലാണ്. ഇപ്പോൾ അവർക്കായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ആ ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ടുള്ള സീരീസ് ഓഫ് ലെക്ചറിൻ്റെ മറ്റൊരു എപ്പിസോഡാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. ഏതാണ്ട് നമ്മുടെ അന്ത്യഘട്ടത്തിലാണ്. അപ്പോൾ ഇനി ഏതാണ്ട് ചുരുക്കം ചില ഏരിയാസ് കൂടി കവർ ചെയ്യുമ്പോൾ ആ മൊത്തം ഫസ്റ്റ് ഇയറിൻ്റെയും സെക്കൻഡ് ഇയറിൻ്റെയും ഇനിയിപ്പോൾ നമുക്ക് എത്രത്തോളം ഉപയോഗപ്പെടുമെന്ന് തന്നെ അറിയില്ല. കാര്യം പുതിയ സ്കീം അനുസരിച്ച് ചിലപ്പോൾ കുറേ ഏരിയകൾ ഇൻക്ലൂഡ് ആയേക്കാം. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് ചാനൽ എന്തായാലും നിലനിൽക്കുന്ന വീഡിയോസ് പാഠഭാഗവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് സെക്കൻഡ് ഇയർ ആയാലും ഫസ്റ്റ് ഇയർ ആയാലും. ഭാവിയിൽ നമ്മുടെ മേഖലയിൽ SCERTയും മറ്റു ഏജൻസികൾ നിർദ്ദേശിക്കപ്പെടുന്ന വിദ്യാഭ്യാസ വകുപ്പ്, ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പ്, അക്കാഡമിക് കൗൺസിൽ നിർദ്ദേശിക്കപ്പെടുന്ന മാറ്റങ്ങൾ ചാനൽ അതനുസരിച്ച് വീഡിയോസിൽ മാറ്റം വരുത്തുമെന്നുള്ള എളിയ നിർദ്ദേശത്തോടുള്ള അറിയിപ്പോടുകൂടി ഇന്നത്തെ വീഡിയോ ആരംഭിക്കുകയാണ്. അതിനു മുമ്പ് പതിപോലെ നിങ്ങളെല്ലാവരുടെയും മുന്നിൽ സ്ഥിരമായി വെക്കാറുള്ള ഒരു ചെറിയ ലഘുവായ ഒരു ഓർമ്മപ്പെടുത്തൽ. ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്തുണയ്ക്കുക, ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുക. അത് ചാനലിൻ്റെ മുന്നോട്ടുള്ള പോക്കിനും അതിലെ സ്റ്റൈൽ ഫങ്ഷനിങ്ങിനും മറ്റു കാര്യങ്ങളിലൊക്കെ വളരെ അത്യാവശ്യമാണ് എന്ന് കൂട്ടുകാരെ ഒരിക്കൽ കൂടി എളിമയായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്, ഞാൻ പറഞ്ഞ പൊളിറ്റിക്കൽ സയൻസിൻ്റെ 2ാം ഭാഗം പൊളിറ്റിക്കൽ തിയറി എന്ന കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട ഒരു ഏരിയയാണ്. ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ഇത് 2ാമത്തെ ഭാഗത്ത് പൊളിറ്റിക്കൽ സയൻസിൻ്റെ അർത്ഥം, അത് കഴിഞ്ഞ് ലിബർട്ടി, അത് കഴിഞ്ഞ് ഇക്വാളിറ്റി, 2 ആസ്പെക്റ്റ്, ദെൻ അടുത്ത ഇതെല്ലാം ഒന്നാണ് ജസ്റ്റിസ്, നീതി എന്ന കോൺസെപ്റ്റ്. അപ്പോൾ നമ്മൾ പതിപോലെ നിങ്ങൾക്ക് ഏവർക്കും അറിയാമല്ലോ, സാധാരണ നമ്മൾ ഡിസ്കഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മളെ കൂട്ടുകാരെല്ലാവരും ഒരു പേപ്പർ എടുത്തു. ആ പേപ്പറിൽ ജസ്റ്റിസ് എന്ന് എഴുതി. ജസ്റ്റിസ് എന്ന ഏരിയയാണ് ഫോക്കസ്. അതിലെല്ലാം വരുന്നില്ല, അത് നിങ്ങൾക്കറിയാമല്ലോ. കാരണം ഫോക്കസ് ഏരിയയിൽ എല്ലാ ഏരിയയും ഉൾപ്പെട്ടിട്ടുണ്ട്. മൊത്തം സിലബസ് കവർ ചെയ്യപ്പെട്ടു. പക്ഷേ അതിൽ സെലക്റ്റീവ് ടോപ്പിക്സ് ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ഈ കോവിഡ് കാലത്തെ കുട്ടികളുടെ ആ ഒരു പഠനത്തിനുള്ള സൗകര്യം കുറവായതുകൊണ്ട് സർക്കാർ അതൊരു ഫോക്കസ് ഏരിയ. അതുമായി ബന്ധപ്പോൾ ജസ്റ്റിസിൻ്റെ ഒരു ആസ്പെക്റ്റ് മാത്രമാണ് ഇവിടെ വരുന്നത്. അതായത് നീതിയുമായി എന്താണ് നീതിയെന്നും നീതിയുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത സങ്കല്പങ്ങൾ, അസംഷൻസ് ഓഫ് ജസ്റ്റിസ് എന്ന് പറയും. സോ എനിവേ, പ്ലീസ് റൈറ്റ് ദ ടൈറ്റിൽ ജസ്റ്റിസ്. ഓക്കെ, ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആസ് യൂഷ്വൽ, അതാണല്ലോ ഒരു ക്വസ്റ്റ്യൻ വേണമല്ലോ. ക്വസ്റ്റ്യൻ എന്താണ്? Define justice and point out its various principles with a proper explanation. Define justice. Okay. Point out its principles, various points. Point out its various principles with a proper explanation, substantiation, explanation. Then, മലയാളത്തിൽ പറയുകയാണെങ്കിൽ നീതിയെ നിർവചിക്കുകയും നീതിയുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത തത്വങ്ങളെ വിശദീകരിക്കുകയും ചെയ്യുക. ഇതാണ് ചോദ്യം. ഫ്രാങ്കാണ്, നമ്മൾ വളച്ചു കെട്ടിയ ചോദ്യങ്ങളൊന്നുമല്ല. വളരെ സിമ്പിളായിട്ട് സ്ട്രൈറ്റ് ഫോർവേഡാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പം ഒരുപക്ഷെ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ഇത്ര സിമ്പിൾ ആവണമെന്നില്ല. അവിടെ ക്വസ്റ്റ്യൻ കുറച്ചുകൂടെയൊക്കെ വേറെ ടെക്സ്റ്റ് മാറി കുറേ ഇതൊക്കെ വരാം. പക്ഷേ അതൊരു അതാണ് നമ്മൾ കൂട്ടുകാർ ശ്രദ്ധിക്കുന്നത്. കീ വേർഡ് ഉണ്ടാവും. പ്രിൻസിപ്പിൾസ് ഓഫ് ജസ്റ്റിസ് എന്ന ഒരു കോൺസെപ്റ്റ് ഇല്ലാതെ ഇത് ഇങ്ങനെ ചോദ്യം ചെയ്യാം. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ജസ്റ്റിസ്, നീതിയുടെ തത്വങ്ങൾ എന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ്. പക്ഷെ ഒരു ക്വസ്റ്റ്യൻ സെറ്റർ ചിലപ്പോൾ ഇതേ സെൻറ്റൻസ് തന്നെ ഫോളോ ചെയ്യണമെന്നുമില്ല. ഇതിനേക്കാൾ സിംപ്ലിഫൈ ചെയ്ത് വരാം, അല്ലെങ്കിൽ മിക്കവാറും ഇതിനേക്കാൾ ടഫായിട്ട് വരാം. ഞാൻ സിംപ്ലിഫൈഡ് വെർഷനാണ് ആ സെൻറ്റൻസുകൾ ഇവിടെ ഉപയോഗിക്കാറ്. പക്ഷേ ക്വസ്റ്റ്യൻ ടെക്സ്റ്റിൽ കുറച്ചും കൂടെ ടഫായിരിക്കാം, ചിലപ്പോൾ സിമ്പിളുമായിരിക്കാം. പക്ഷേ there must be a key word. ഒരു കീ വേർഡ് ഉണ്ടാവും. അതെല്ലാത്തിലും ഇപ്പോൾ ലിബർട്ടിയുടെ കാര്യത്തിലും അങ്ങനെയാണ്. ലിബർട്ടി എന്ന വേർഡാണ് കീ വേർഡാണ്. രാഷ്ട്രമീമാംസയുടെ അതുമായി ബന്ധപ്പെട്ടു ഏത് കോൺസെപ്റ്റ്, ഭേദഗതി, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിനെ കുറിച്ചാണ്, അങ്ങനെ ഏത് രീതിയിലും നമുക്കൊരു കീ വേർഡ് കാണാൻ പറ്റും. അതിനെക്കുറിച്ച് ലാസ്റ്റിൽ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പരീക്ഷയെ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനം നമ്മളൊരു വീഡിയോ ഇടുന്നതായിരിക്കും. അത് ഈ വരുന്ന പരീക്ഷയെ
പൊളിറ്റിക്കൽ സയൻസ് പരീക്ഷയിൽ നിങ്ങൾക്ക് തയ്യാറെടുപ്പുകൾ, വെറും പഠിപ്പ് മാത്രം പോരല്ലോ, തയ്യാറെടുപ്പുകളും വേണം. അപ്പോൾ നമ്മൾ ഹൗ വി ഹാവ് ടു പ്രിപ്പയർ അവർസെൽസ് ടു ഫേസ് ദ എക്സാം ആൻഡ് ടു ഗെറ്റ് എ ഗുഡ് ഓഫ് ഇറ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് ദർ വിൽ ബി എ വീഡിയോ ടെലികാസ്റ്റഡ്. എനിവേ, ശരി, നമുക്ക് ആരംഭിക്കാം. എന്താണ് നീതി അല്ലേ? നീതി എന്ന് പറയുന്ന പരക്കെ സമൂഹത്തിൽ ഉച്ചരിക്കപ്പെടുന്നൊരു വാക്കാണ്. എനിക്ക് നീതി വേണം അല്ലേ? സാധാരണ കോടതി പോകുമ്പോൾ ഇരകൾ പറയുന്ന വാക്കാണ് എനിക്ക് നീതി വേണം. എനിക്ക് നീതി നിഷേധിക്കപ്പെട്ടിരിക്കുന്നു, ബഹുമാനപ്പെട്ട കോടതി എനിക്ക് നീതി തരൂ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആർഷ ഭാരത സംസ്കാരത്തിൽ തന്നെ നീതിബോധം എന്ന് പറഞ്ഞത് നീതി, അതായത് ഇപ്പോൾ ഓരോരുത്തർക്കും നീതി പല രീതിയാണ്. ഒരു ഭരണാധിപന് നീതിയുണ്ട്, ജനങ്ങളെ നല്ലതായി സേവിക്കുക. ഭരിക്കപ്പെടുന്ന നമുക്ക് നീതിയുണ്ട്, ഭരണാധിപൻ്റെ വാക്കുകൾ, നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന വാക്കുകൾ, നമ്മുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യാത്തടത്തോളം കാലം അതിനനുസരിച്ച് സമൂഹത്തിനോട് ചേർന്ന് ജീവിക്കുക, നമ്മുടെ നീതിബോധം. അതുപോലെ ഒരു വ്യാപാരിക്ക് നീതിബോധമുണ്ട്, തൻ്റെ മുന്നിൽ വരുന്ന തനിക്ക് തരുന്ന മൂല്യത്തിനനുസരിച്ച് സാധനം തിരികെ കൊടുക്കുക, അദ്ദേഹത്തിന് നീതിബോധം അതാണ്. ഒരു ജോലിക്കാരൻ, നാം ഒരാളെ ജോലിക്ക് നമ്മുടെ വീട്ടിൽ ഒരു കൂലിവേലയ്ക്ക് ഒരു കാര്യം ഏൽപ്പിക്കുന്നു, ആ കൂലിവേലക്കാരൻ നീതിബോധം നമ്മൾ കൊടുക്കുന്ന ആ മോണിറ്ററി ബെനഫിറ്റ് അനുസരിച്ച്, ആ പണത്തിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ അധ്വാനം നമുക്ക് വേണ്ടി ചെലവഴിക്കുക. ഇതൊക്കെ നീതിബോധവുമായി ബന്ധപ്പെട്ട. അപ്പം നീതിയെക്കുറിച്ച് നിങ്ങൾക്ക് പ്രത്യേകം. അതുപോലെ ഒരാൾക്ക് സ്വസ്ഥമായി നിയമം അനുസരിച്ചുകൊണ്ട് നിയമം അനുശാസിക്കുന്ന മാർഗം കൊണ്ട് ജീവിച്ച് മരിക്കാനുള്ള അവൻ്റെ അവകാശം, അതും ഒരു നീതിബോധമാണ്. അതാണ് ചിലപ്പോൾ പരക്കെ ലംഘിക്കപ്പെടുന്നത്. അപ്പോഴാണ് കോടതിയിലും മറ്റ് വ്യവഹാര മാർഗങ്ങളിലേക്ക് നാം തിരിയുന്നത്. അത് പ്രോപ്പർട്ടിയുടെ കേസിലായാലും നമ്മുടെ സ്വത്തിൻ്റെയും ജീവൻ്റെയും നമ്മുടെ ആത്മാഭിമാനത്തിൻ്റെയും വേണ്ട ഉറ്റവരുടെയും ഒക്കെ ബന്ധപ്പെട്ട പരാതികൾ പലപ്പോഴും നീതിപീഠം, അതാണ് നീതിയെ തീരുമാനിക്കുന്നതാണ് നീതിപീഠം. നീതിയെ ബഹുമാനിച്ചുവോ ഇല്ലയോ, നീതി കിട്ടിയോ ഇല്ലയോ, നീതി നിഷേധിക്കപ്പെട്ടോ എന്നൊക്കെ തീരുമാനിക്കുന്ന നീതിപീഠമാണ്. അങ്ങനെ ഒത്തിരി കാര്യം. എന്നാൽ ഈ നീതിയെക്കുറിച്ച് ആദ്യമായിട്ട് നമ്മുടെ ഫിലോസഫിയിൽ എടുത്തു പറയപ്പെട്ടത് ഗ്രീക്ക് ഫിലോസഫേഴ്സാണ്. വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ് ഗ്രീക്ക് ഫിലോസഫേഴ്സ്. ഗ്രീക്കിൽ ആദ്യമായിട്ട് നമുക്ക് ലോകത്തെ ഏറ്റവും ഒന്നാമത്തെ ഒരു ചിന്തകൻ എന്ന് ചോദിക്കാൻ ഞാൻ വ്യക്തിപരം പറയാം, സോക്രട്ടീസ് ആയിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം. സോക്രട്ടീസിൻ്റെ പിൻഗാമിയായി വരുന്നു പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, അങ്ങനെ വരിക. അപ്പോൾ ഈ ഗ്രീക്ക് ചിന്തകന്മാരാണ് ആദ്യമായിട്ട് നീതിയെക്കുറിച്ച് പറഞ്ഞു കണ്ടത്. സോക്രട്ടീസിൻ്റെ നീതി അദ്ദേഹം പറഞ്ഞതേ ഉള്ളൂ, എഴുതി വെച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ പ്ലേറ്റോയുടെ തിയറി ഓഫ് ജസ്റ്റിസ് എന്ന ഒരു പ്രത്യേക അത് നിങ്ങൾ മുൻ ക്ലാസ്സുകളിൽ ഇനി വരുന്ന മേൽ ക്ലാസ്സുകളിൽ പഠിക്കും, ഡിഗ്രി തലത്തിലും PG തലത്തിലൊക്കെ പഠിക്കും. തിയറി ഓഫ് ജസ്റ്റിസ് ആസ് ഇറ്റ് ഈസ് എൻഷേർഡ് ബൈ പ്ലേറ്റോ. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മൂന്നാം തലമുറയിലേക്ക് അരിസ്റ്റോട്ടിൽ ഹാസ് ആൾസോ ഗോട്ട് എ തിയറി ഓഫ് ജസ്റ്റിസ് ഇൻ ഹിസ് ക്രെഡിറ്റ്. അദ്ദേഹത്തിന് നീതിയെക്കുറിച്ച് സിദ്ധാന്തമുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ നീതിയെക്കുറിച്ച് വ്യത്യസ്ത ഏത് ഫിലോസഫിക്ക് എടുത്ത് നോക്കൂ, രാഷ്ട്രമീമാംസയും ചരിത്രവും ഫിലോസഫിയും സോഷ്യോളജി അങ്ങനെയുള്ള സാമൂഹ്യ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഏത് സിദ്ധാന്തം, പ്രത്യേകിച്ചും പൊളിറ്റിക്കൽ സയൻസ് പരിശോധിച്ചാൽ നീതിയെക്കുറിച്ചുള്ള പരാമർശം ഒട്ടനവധി സ്ഥലങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നീതിയെക്കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ് ഞാൻ പറഞ്ഞത്. ഇനി ഒരു ചെറിയ മീനിങ് കൂടെ നമ്മൾ പറയണം. എന്താണ് സത്യം, ന്യായം, ധർമ്മം. സത്യം, ന്യായം, ധർമ്മം അനുസരിച്ച് ഒരു പൗരന് കിട്ടേണ്ടതും ഒരു പൗരനിൽ നിന്നും നാം പ്രതീക്ഷിക്കുന്നതും അല്ലെങ്കിൽ ഒരു പൗരന് നൽകേണ്ടതുമായ ആ ഒരു തത്വത്തെയാണ് നീതി എന്ന് പറയുന്നത്. അല്ലേ, എൻ്റെ കഴിവിനനുസരിച്ച് എൻ്റെ വ്യക്തിത്വത്തിനനുസരിച്ച് ഒരു പരിഗണന എനിക്ക് എൻ്റെ സമൂഹത്തിൽ നിന്ന് കിട്ടണം. അത് സാമ്പത്തികമാവട്ടെ, രാഷ്ട്രീയമാവട്ടെ, സാമൂഹ്യമാവട്ടെ. അല്ലേ, ഇപ്പം ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. പണ്ട് സാമൂഹ്യ അനീതികൾ പല കാലഘട്ടത്തിലും പല രീതിയിലാണ് നിലനിന്നത്. ഉദാഹരണത്തിന് പണ്ട് തൊട്ടുകൂടായ്മ നിലനിന്ന സമൂഹത്തിൽ അനീതി സാമൂഹിക തിന്മയായ ഈ തൊട്ടുകൂടായ്മയുടെ പേരിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് സാമ്പത്തിക അന്തരം വളർന്നു വന്നപ്പോൾ, ഉള്ളവനും ഇല്ലാത്തവനും എന്ന രണ്ട് വർഗങ്ങൾ വന്നപ്പോൾ അവിടെ അനീതി വന്നത് ആ സമ്പത്തിൻ്റെ പേരിൽ സാമ്പത്തിക അനീതിയായിരുന്നു. അല്ലേ, അതുപോലെ രാഷ്ട്രീയത്തിൽ അധികാരത്തിൽ ഒരു വിഭാഗത്തെ ജനാധിപത്യം വരുന്നതിന് മുമ്പ് ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ രാഷ്ട്രീയമായി അടിച്ചമർത്തിക്കൊണ്ട് സ്വന്തം ഇഷ്ടപ്പോൾ ഭരിച്ചപ്പോൾ അവിടെ രാഷ്ട്രീയ അനീതിയാണ് സ്ഥാപിക്കപ്പെട്ടത്. അപ്പോൾ അങ്ങനെ നമുക്ക് വ്യക്തമായ
ഒരു ഇത് കൊടുത്തുകൊണ്ട് നീതിയെ നമുക്ക് ഇതെല്ലാമായി നീതി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ ഇനി വേറെ കാര്യം കൂടി സൂചിപ്പിക്കാം. നാം മേൽ പറഞ്ഞ ലിബർട്ടി, ഇക്വാളിറ്റി, ഇനി അതിൻ്റെ കൂടെ റൈറ്റ്സ്, ഇതെല്ലാം നീതിയുടെ വ്യത്യസ്തത, ഇതെല്ലാത്തിൻ്റെ ആകത്തുകയാണ്. ഒരു ഫോർമുല രൂപത്തിൽ കൊണ്ടുവന്നാൽ ലിബർട്ടി നമുക്ക് സ്വാതന്ത്ര്യം, സ്വാതന്ത്ര്യം നമുക്ക് അവകാശം തന്നു അല്ലേ. അപ്പം സ്വാതന്ത്ര്യം, അതിനോട് അവകാശം കിട്ടി. ആ അവകാശം എല്ലാവർക്കും തുല്യമായി ലഭിച്ചു അല്ലേ. സ്വാതന്ത്ര്യം അവകാശവും നമുക്കെല്ലാം തുല്യമായി ലഭിക്കുന്നില്ലേ. അതിൻ്റെ അടുത്ത സ്റ്റേജാണ് നീതി. അപ്പോൾ സ്വാതന്ത്ര്യവും അവകാശവും നമുക്ക് വ്യത്യസ്ത സ്വാതന്ത്ര്യങ്ങൾ, രാഷ്ട്രീയമാവട്ടെ, നേരത്തെ പറഞ്ഞ രാഷ്ട്രീയമാവട്ടെ, സാമൂഹ്യമാവട്ടെ, സാമ്പത്തികമാവട്ടെ, ആ സ്വാതന്ത്ര്യം അവകാശവും എല്ലാവർക്കും തുല്യമായി കൊടുക്കുന്നത് നീതിയെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാമർശമാണ്. അങ്ങനെ കൊടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടെ പ്രസ്താവ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഇനി ഇതാണ്. അപ്പോൾ ഇത്രയൊക്കെ എഴുതിയാൽ മതി നിങ്ങൾ. നീതിയെക്കുറിച്ചുള്ള നല്ലൊരു ഇൻട്രൊഡക്ഷൻ ആയി കഴിഞ്ഞു. ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്ന മാർക്ക് ഞാൻ വിട്ടുപോയി കേട്ടോ. ഇത് നമ്മൾ 4 മാർക്കിന് പ്രതീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പം 4 മാർക്കിന് ഒരു ഇൻട്രൊഡക്ഷൻ. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. എന്താണ്? പ്രിൻസിപ്പിൾസ് ഓഫ് ജസ്റ്റിസ്. നീതിയുടെ വ്യത്യസ്ത തത്വങ്ങളാണ്. ഒന്ന്, തുല്യരെ തുല്യരായി പരിഗണിക്കുക. ഇംഗ്ലീഷിൽ ഈക്വൽ വിൽ ബി ട്രീറ്റഡ് ഈക്വലി. ഈക്വൽ വിൽ ബി ട്രീറ്റഡ് ഈക്വലി. തുല്യരെയാണ് തുല്യരായി പരിഗണിക്കേണ്ടത്. ഞാൻ തൊട്ട് മുമ്പത്തെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ സമത്വം പഠിപ്പിച്ചു. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞു. ഇപ്പോൾ ഒരു മുടന്തനെയും ഒരു സാധാരണ മുടന്തില്ലാത്ത ഒരു മനുഷ്യനെയും തമ്മിൽ ഒരുപോലെ ഓട്ട മത്സരത്തിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് അതിൽ കേമനെ കണ്ടുപിടിക്കുന്നത് നീതിബോധമുള്ളത് പറ്റുവാണോ? ഒരിക്കലുമില്ല. അത് നമുക്കറിയാം. ആ മത്സരം നടക്കുന്നതിന് മുമ്പേ നമുക്കറിയാം ആരാണ് ആ മത്സരത്തിൽ ജയിക്കാൻ പോകുന്നത് അല്ലേ. മറിച്ച് ആ മുടന്തില്ലാത്ത 2 പേര് തമ്മിൽ ഓടിച്ചിട്ട് അതിലൊരാളെ കണ്ടെത്തുന്നതാണ് നീതിബോധം അല്ലേ. അപ്പം നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും തുല്യരല്ല. എല്ലാവർക്കും വ്യത്യസ്ത രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക, ഭൗതികമായ പശ്ചാത്തലമാണുള്ളത്. അപ്പോൾ അങ്ങനെ ആ പശ്ചാത്തലമുള്ളവരെ അവരർഹിക്കുന്ന രീതിയിൽ പരിഗണിക്കണമെന്നാണ് പറയുന്നത്. അതാണ് തുല്യരെ തുല്യരായി കാണുക എന്ന് പറയുന്നത്. പക്ഷെ ജനാധിപത്യത്തിൽ ഇനി ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്കറിയാം. ജനാധിപത്യത്തിൽ നമ്മൾ അവിടെ ജനാധിപത്യ അവകാശങ്ങൾ നൽകുമ്പോൾ, പ്രത്യേകിച്ചും വോട്ട്, അതിൻ്റെ കോൺസെപ്റ്റിൽ ഇവിടെ നമ്മൾ ഈ കോൺസെപ്റ്റിനെ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ അവിടെ എല്ലാവരും തുല്യരാണ്. ഒരു ഭിന്നശേഷിക്കാരനും ഒരു സാധാരണ മനുഷ്യനും ഒരേ വോട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇന്ത്യയിൽ ഏറ്റവും വലിയ ശതകോടീശ്വരനായ ശ്രീ മുകേഷ് അംബാനിയും നമ്മുടെ തൊട്ടടുത്തുള്ള പാവപ്പെട്ട നമ്മുടെ മറ്റൊരു വീട്ടിലെ സാധാരണക്കാരനും ഒരു ജ്യേഷ്ഠനും, അവർ 2 പേരും ഇന്ത്യയിലെ പൗരന്മാരാണ്. ആ 2 പേരും പോളിംഗ് ബൂത്തിൽ പോകുന്നു, 2 പേരും വോട്ട് ചെയ്യുന്നു. 2 പേരുടെ മുന്നിൽ രാഷ്ട്രീയ അവകാശത്തിൻ്റെ പേരിൽ ഭിന്നതയില്ല. പക്ഷേ സാമൂഹ്യമായി, സാമ്പത്തികമായി 2 ധ്രുവങ്ങളിലാണ് അല്ലേ. അപ്പോൾ അംബാനിയെ കാണുന്നത് പോലെ നമുക്ക് പാവപ്പെട്ട ഈ തൊട്ടടുത്ത ജ്യേഷ്ഠനെ കാണാൻ കഴിയില്ല. അംബാനിയുടെ ലെവലിലുള്ള ആൾക്കാരുമായി താരതമ്യം ചെയ്യപ്പെടുന്നു. അതുപോലെ അങ്ങനെ സമൂഹത്തിൽ വ്യത്യസ്ത തട്ടിൽ ജീവിക്കുന്ന, അത് സാമൂഹ്യമായും സാമ്പത്തികമായും വ്യത്യസ്ത തട്ടിൽ ജീവിക്കുന്ന ആൾക്കാരെ വ്യത്യസ്ത തലങ്ങളിൽ കൂടി നോക്കിക്കാണുമെന്ന ആ വിധാനം തുല്യരെ തുല്യരായി കാണുക എന്ന് പറയുന്നത്. ഇത് ഒരു പാരഗ്രാഫിൽ എഴുതുന്നു. അടുത്തത് എന്താണ്? ആനുപാതിക നീതി. നമ്മൾ പ്രൊപ്പോർഷൻ റെപ്രസെൻറ്റേഷൻ പഠിച്ച പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ജസ്റ്റിസ് അക്കോർഡിംഗ് ടു ദ സ്ട്രെങ്ത്. ജസ്റ്റിസ് അക്കോർഡിംഗ് ടു ദ സ്ട്രെങ്ത്. ഇപ്പോൾ 10 പേരെ ഒരു രീതിയിൽ പരിഗണിക്കുമ്പോൾ 5 പേരെ ഒരു രീതിയിൽ പരിഗണിക്കുന്നു. ആ പരിഗണന രീതിയിൽ വ്യത്യാസം വേണം. 10 പേരെ കൊടുക്കുന്ന പരിഗണനയുടെ വ്യാപ്തി ഈ 5 പേർക്ക് കൊടുക്കുന്ന പരിഗണന വ്യാപ്തിയേക്കാൾ കൂടുതലായിരിക്കണം. അതാണ് ആനുപാതികം എന്ന് പറയുന്നത്. ഈക്വൽ എന്ന് പറഞ്ഞതുപോലെ ജസ്റ്റിസ് ഈസ് ഗിവൺ അക്കോർഡിംഗ് ടു ദ സ്ട്രെങ്ത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ സമൂഹത്തിൽ ഇപ്പോൾ നമുക്കറിയാം, ഇത് പ്രധാനമായിട്ട് വരുന്നത് നമ്മുടെ റിസർവേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ സാമൂഹിക തലത്തിൽ ഓരോ അവസരങ്ങൾ തീരുമാനിക്കുമ്പോൾ, മാറ്റിവെക്കപ്പെടുമ്പോൾ തീരുമാനിക്കുന്നത് കൂടുതൽ ആൾക്കാർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും കുറച്ച് പേർക്ക് അവരർഹിക്കുന്ന പ്രാധാന്യം. അപ്പോൾ പ്രാധാന്യം എല്ലാവർക്കും കിട്ടുകയാണ്. ആരും പ്രാധാന്യത്തിൻ്റെ പുറത്തു വരുന്നില്ല. പക്ഷേ പ്രാധാന്യം എല്ലാവർക്കും ഒരേ പ്രാധാന്യം കൊടുക്കാൻ കഴിയില്ല. അതും ഒരു തരത്തിലുള്ള ഒരു സബ്ജക്റ്റീവ് മാറ്ററാണ്. വി ഹാവ് ടു കൺസിഡർ ദ സ്ട്രെങ്ത് ബിഫോർ ഡിസ്ട്രിബ്യൂട്ടിംഗ് ജസ്റ്റിസ്, ബിഫോർ ഡിസ്ട്രിബ്യൂട്ടിംഗ് കൺസിഡറേഷൻസ് ഇൻ വേരിയസ് ഫേസസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അതായത് അവരുടെ ഇതുകൊണ്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ സാധാരണ ജനാധിപത്യത്തിൽ 2 ആണല്ലോ ന്യൂനപക്ഷവും എന്ന് പറയും, ഭൂരിപക്ഷവും. ഭൂരിപക്ഷത്തിന് ഭൂരിപക്ഷത്തിൻ്റെതായ പ്രാധാന്യം കൊടുക്കുകയും
എന്നാൽ ന്യൂനപക്ഷത്തിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുമ്പോൾ ഇവർ രണ്ടുപേർക്കും പ്രാധാന്യം കിട്ടുന്നു. പക്ഷേ പ്രാധാന്യം തുല്യമല്ല. എന്തുകൊണ്ട്? ഭൂരിപക്ഷത്തിന് സ്വാഭാവികമായും കൂടുതൽ പരിഗണന കിട്ടിയേ പറ്റൂ. എന്നാൽ ന്യൂനപക്ഷങ്ങൾ പരാതി പറയേണ്ട, അവർക്ക് അവരുടേതായിട്ടുള്ള പരാതിയും പരിഹരിക്കപ്പെടണം, അവർക്ക് അവരുടേതായിട്ടുള്ള പ്രാധാന്യവും നൽകപ്പെടുന്നുണ്ട്. അതിനെയാണ് ആ കോൺസെപ്റ്റിലേക്ക് അവിടെ അങ്ങനെ വരുന്നു. അപ്പോൾ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും അതാണ് ആനുപാതിക നീതി. പിന്നെ പ്രത്യേക ആവശ്യങ്ങൾ അംഗീകരിക്കൽ. നമ്മൾ ഇന്നലെ ഇക്വാളിറ്റിയുമായി വളരെ ബന്ധപ്പെട്ട കോൺസെപ്റ്റ് തന്നെയാണ്. പ്രത്യേക സമൂഹത്തിൽ നിരാലംബരായ നിരാശ്രയരായ ആൾക്കാരുണ്ടാകും. അവരെ നമ്മൾ അംഗീകരിച്ച് അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ കൂടി കൊണ്ടുവരണം. ഇപ്പോൾ സമൂഹത്തിൽ ഒരു കാലത്ത് ഉച്ചനീചത്വങ്ങൾക്ക് വിധേയമായി, സാമ്പത്തിക ചൂഷണത്തിന് വിധേയമായി, സ്വന്തമായി കൃഷിഭൂമി ഉണ്ടായിരുന്ന ഭൂമി നഷ്ടപ്പെട്ട് തൊഴിലില്ല, കൂലിയില്ല, സാമ്പത്തികമായ മറ്റ് യാതൊരു സുരക്ഷയുമില്ല, സാമൂഹ്യപരമായ ഒത്തിരി ചൂഷണങ്ങൾക്ക് വിധേയമായ വർഗം നമ്മുടെ സമൂഹത്തിൽ ഒത്തിരി ഉണ്ട്. നിരാലംബരും നിരാശ്രയമായിട്ടുള്ള വൃദ്ധർ, സ്ത്രീജനങ്ങൾ, കുട്ടികൾ, ഭിന്നശേഷിക്കാർ, അവരുടെയൊക്കെ പ്രത്യേക ആവശ്യമുണ്ട്. അവരെയൊക്കെ നാം ഒരേ രീതിയിൽ പരിഗണിച്ചാൽ പറ്റൂല, ഒരിക്കലും ഓടിയെത്തുന്നില്ല. അവരുടെ വേഗതയ്ക്ക്, അവരുടെ നടത്തത്തിനും ചലനത്തിനും വേഗത കുറവാണ്. അപ്പോൾ അവർക്ക് വേണ്ടി പ്രത്യേകത തയ്യാറാക്കണം, അല്ലേ? ഒരു വളയം കൊടുത്തിട്ട് എല്ലാവരെയും ആ വളയത്തിൽ കൂടി ചാടിക്കാൻ പറയുന്നത് പോലെയാണ്, അല്ലേ? ആ വളയത്തിൽ ചാടാൻ കഴിയുന്നവന് അതിൽ ചാടാം. പക്ഷേ ഒരു സാമൂഹികവും സാമ്പത്തികവുമായി പിന്നാക്കം നിൽക്കുന്നവനെ അതില്ലാത്തവനുമായി ഒരിക്കലും താരതമ്യം ചെയ്ത് ആനുകൂല്യങ്ങൾ കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യാൻ പാടില്ല എന്നതാണ് പ്രത്യേക ആവശ്യങ്ങൾ അർഹിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അതാണ് നമ്മളെ റേഷൻ കടകളിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. അവിടെ നമ്മൾ പലതരത്തിലുള്ള കാർഡുകൾ ഏർപ്പെടുത്തിയിരിക്കുന്നതിന് വേണ്ടിയാണ്. ചില സമൂഹത്തിന് ചിലർക്ക് ആഹാര സാധനങ്ങൾ പോലും വാങ്ങാൻ കഴിവില്ലാത്തവരുണ്ട്. അവർക്ക് ആഹാരം എത്തിച്ചു കൊടുക്കണം, നീതിബോധം. ഇനി ചിലർക്കാണെങ്കിലോ അവർക്ക് ഒത്തിരി പൈസയുണ്ട്, അതുപയോഗിച്ച് അവർക്ക് ആഹാര സാധനം വാങ്ങും. അവർക്ക് അത്രയും പൈസ വാങ്ങിക്കൊണ്ട് ആഹാര സാധനം കൊടുക്കുക, ബാക്കി ഗവൺമെൻറ് അവർക്ക് വേണ്ടി സബ്സിഡി ആയിട്ട് അവരെ കൊടുക്കുക. സബ്സിഡി എന്നൊക്കെ പഠിക്കണം, അത് നിങ്ങൾ പിന്നെ പഠിക്കും, സബ്സിഡിനെ കുറിച്ച് എക്കണോമിക്സിൽ പഠിക്കുന്നുണ്ടാവും. എന്നാൽ ഒരു വിഭാഗത്തിന് ഒരു ആവശ്യവുമില്ല, അവർക്ക് ഇഷ്ടം പോലെ സമ്പത്തുണ്ട്, അവരാവശ്യം പൈസ കൊടുത്തു തന്നെ, അതിൻ്റെ യഥാർത്ഥ മൂല്യം കൊടുത്തു തന്നെ സാധനം വാങ്ങിക്കോട്ടെ, അല്ലേ? അപ്പോൾ ഇവിടെ വ്യത്യസ്ത പരിഗണനകളാണ്. അപ്പം ഈ നീതിയുടെ 3 പ്രധാന തത്വങ്ങളാണ് കൂട്ടുകാരോട് ഞാൻ വിശദീകരിച്ചത്. ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഉദാഹരണങ്ങൾ കൂട്ടുകാരുടെ മനസ്സിലുണ്ടാകാം, അതൊക്കെ എഴുതുക. പക്ഷേ കാര്യം നമ്മൾ മനസ്സിലാക്കണമെന്ന് മാത്രം. പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. പലപ്പോഴും ഫോക്കസ് ഏരിയ വരാത്ത സാഹചര്യത്തിൽ പോലും ഈ ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് കുട്ടികളെ. അപ്പോൾ അതുകൊണ്ട് മക്കൾ, നിങ്ങളെല്ലാവരും ഇത് വ്യക്തമായി, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വ്യക്തമായി കേൾക്കുക. 1-2 തവണ കേട്ടിട്ട് ആദ്യം അതിൻ്റെ സ്ട്രക്ചറിനെ ഒന്നുകൂടെ പറയാം. എന്താണ് നീതിയൊക്കെ ഒന്ന് പറയണം. പ്ലേറ്റോയെയും അരിസ്റ്റോട്ടിലെയും ഫിലോസഫേഴ്സിനെയൊക്കെ ഒന്ന് ചൂണ്ടിക്കാണിക്കണം. ഇന്ത്യൻ കോൺസെപ്റ്റിലെ ധർമ്മം എന്ന കോൺസെപ്റ്റ്, നമ്മൾ നീതി എന്ന് പറയുമ്പോൾ ഭാരത സംസ്കാരത്തിൽ ധർമ്മം എന്ന് പറയുന്ന മനുസ്മൃതിയിലൊക്കെ ധർമ്മം ചെയ്യട്ടെ, ആ ധർമ്മം നീതിയുടെ മറ്റൊരു രൂപം നാം കൊടുത്ത ഒരു ചിന്താരീതിയാണ്, മീനിങ് ആണ് ധർമ്മബോധം. അപ്പോൾ അങ്ങനെയുള്ള അതൊക്കെ കുറിച്ച് പ്രസ്താവ്യമായ നീതിയും. അപ്പോൾ എന്ന് ചുരുക്കത്തിൽ ഒരാൾക്ക് അവരർഹിക്കുന്നത് നൽകുന്നതാണ് നീതി. ഒരാൾക്ക് അവർ അർഹിക്കുന്ന പദവിയാവട്ടെ, അത് സാമ്പത്തികമാവട്ടെ, രാഷ്ട്രീയമാവട്ടെ, സാമൂഹ്യമാവട്ടെ, ഏതുമാവട്ടെ, അവരർഹിക്കുന്ന പദവി, അതിൽ കൂടാനും പാടില്ല, കുറയാനും പാടില്ല. പിന്നെ ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട കാര്യം നീതിയാണ്. അങ്ങനെ നീതിപീഠം എന്നൊക്കെ നമുക്ക് പറഞ്ഞ് കുറേ കാര്യങ്ങൾ എഴുതുമ്പോൾ നമ്മുടെ ഇൻട്രൊഡക്ഷൻ ഓക്കെ. ഇങ്ങനെയുള്ള നീതിക്ക് പ്രധാനമായിട്ടും 3 തത്വങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്. 3 പാരഗ്രാഫിലായിട്ട്. ആദ്യത്തെ പാരഗ്രാഫിൽ നമ്മൾ എഴുതുന്നു, തുല്യരെ തുല്യരായി പരിഗണിക്കുക. യെസ്, അതാണ് ആ തുല്യരായി പരിഗണിക്കുന്നതാണ്. അതിനുവേണ്ടി നമുക്ക് ജനാധിപത്യ അവകാശങ്ങൾ വരാം, അല്ലേ? അതായത് ജനാധിപത്യ അവകാശങ്ങളിൽ എല്ലാവരും തുല്യരാണ്. അവിടെ ഒരു ഏറ്റവും കാണുന്നത് എല്ലാം ജനാധിപത്യ സമൂഹത്തിൽ വോട്ടവകാശം എല്ലാവർക്കും കൊടുക്കുന്നു, അവിടെ ഇല്ല. എന്നാൽ വേറെ കോൺസെപ്റ്റ് തുല്യരായി പരിഗണിക്കുമ്പോൾ തന്നെ വേറെ കോൺസെപ്റ്റ് വരുന്നുണ്ട്. നമ്മൾ എല്ലാവരെയും ഒരേ കടലിൽ കൂടി കാണാൻ കഴിയില്ല. പക്ഷെ ജനാധിപത്യത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല, അത് അങ്ങനെ തന്നെയാണ് പോകുന്നത്. പിന്നീട് അതുപോലെ വരുന്നു ആനുപാതിക നീതി. കൂടി ആൾക്കാർ എണ്ണത്തിലും അവരുടെ പങ്കാളിത്തത്തിലും മുന്നിട്ട് നിൽക്കുന്നവർക്ക് അതേ പ്രാധാന്യം കൊടുക്കുമ്പോൾ അതിൽ കുറഞ്ഞവർക്ക് കുറച്ച് പ്രാധാന്യം കൊടുത്താൽ മതി. പക്ഷെ എല്ലാവർക്കും പ്രാധാന്യം കൊടുത്തിരിക്കണം. ആനുപാതിക നീതി നമ്മുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ഏതാണ്ട് ഇതിന് അനുസരിച്ചാണ് വരുന്നത്. പിന്നീട് പ്രത്യേക സമൂഹത്തിൽ നിരാലംബരും നിരാശ്രയരുമായ ആൾക്കാർ, there are people downtrodden in the society, they require special assistance from the state in terms of economic
economic concessions, political concessions, and then what do you mean by social concessions? അപ്പോൾ ആ ഉച്ചനീചിത്വങ്ങൾക്കും ചൂഷണങ്ങൾക്കും ഒക്കെ വിധേയമായ ഒരു കൂട്ടം ജനതയുണ്ട്. അവരെ സമൂഹത്തിൽ അവരെ മറ്റൊരോടൊപ്പം കൈപിടിച്ചു കൊണ്ടുവരണം. ആ കൈപിടിച്ച് നമ്മളെ അവരിലേക്ക് കൊണ്ടുവരുന്ന ആ അസിസ്റ്റൻസിനെയാണ്, ആ സ്കഫോൾഡിങ്, ആ കൈത്താങ്ങലിനെയാണ്, ആ സ്കഫോൾഡിങ്ങിനെയാണ് നമ്മൾ എന്ന് പറയുക പ്രത്യേക ആവശ്യങ്ങൾ അംഗീകരിക്കുക. അത് വിദ്യാഭ്യാസപരമായ ആനുകൂല്യങ്ങൾ, സാമ്പത്തിക ആനുകൂല്യങ്ങൾ, പിന്നെയോ മറ്റു പലതരത്തിൽ തൊഴിൽ ലഭിക്കാനുള്ള ആനുകൂല്യങ്ങൾ, വിശ്വാസം സംരക്ഷിക്കാനുള്ള ആനുകൂല്യങ്ങൾ, സാംസ്കാരിക പൈതൃകങ്ങൾ കാത്തു സൂക്ഷിക്കാനുള്ള ആനുകൂല്യങ്ങളൊക്കെ നൽകി അതിനൊക്കെ അന്നത്തെ ആധുനിക രാഷ്ട്രം ചെയ്തു പോകാറുണ്ട്. അവയെല്ലാം ആ ഗണത്തിൽപ്പെടുത്താവുന്നതാണ്. ഇത്രയും എഴുതി അവസാനം ലാസ്റ്റ് നീതി എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിൻ്റെ ഈ ആദ്യം നമ്മളീ പറഞ്ഞ സ്വാതന്ത്ര്യം, സമത്വം, അവകാശം. സ്വാതന്ത്ര്യം, സമത്വം, അവകാശം, ഇത് മൂന്നും കൂടെ ജെ എന്ന വേർഡിൽ, ജസ്റ്റിസ് എന്ന വേർഡിൽ അടങ്ങിയിരിക്കുന്നു. എവിടെ സ്വാതന്ത്ര്യമുണ്ട്, എവിടെ സമത്വമുണ്ട്, എവിടെ അവകാശങ്ങളുണ്ട്, അല്ലേ? അത് മൂന്നും കൂടെ ചേരുന്നതാണ് ഡി എന്ന് പറഞ്ഞ് അത്. അപ്പോൾ ഇനി അതെവിടെ കാണാം? ജെ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെമോക്രസി. അതെവിടെ കാണാം? ജനാധിപത്യത്തിൽ കാണാം. ആധുനിക ജനാധിപത്യം ഈ എല്ലാത്തിൻ്റെയും ഒരു സമഞ്ജസ കേന്ദ്രമാണ്, സമ്മേളന കേന്ദ്രമാണ്. അവിടെ എല്ലാം ഒത്താവുന്നു. അവിടെ നീതിയുണ്ട്, അവകാശമുണ്ട്, അല്ലെ? ആദ്യം സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്, സമത്വമുണ്ട്, അതുറപ്പാക്കുന്ന നീതിയുണ്ട്. അതെവിടെ കാണുന്നു? ഡിയിൽ, ജനാധിപത്യത്തിൽ തെളിഞ്ഞു കാണുന്നു എന്ന് പറഞ്ഞ് നിർത്തുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി A+ മാർക്ക് കിട്ടും. അങ്ങനെ എല്ലാവരും ആ രീതിയിൽ പഠിച്ചു വരണമെന്ന് എല്ലാവരും സ്നേഹത്തിൻ്റെ ഭാഷയിൽ എൻ്റെ കുഞ്ഞു കൂട്ടുകാരോട് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വീഡിയോ ഇവിടെ തീരുകയാണ്. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ വരുന്നവർ എല്ലാവർക്കും ഹൃദ്യമായ നമസ്കാരം.